மூணாறில் +2 மாணவிகளை பாலியல் பலாத்காரம் செய்த வழக்கில் 2 பேரை காவலர்கள் கைது செய்தனர். இன்ஸ்டாகிராம் வழியாக அறிமுகமாகி சிறுமிகளை சுற்றுலா விடுதிக்கு அழைத்து சென்று பலாத்காரம் செய்ததாக காவலர்கள் தெரிவித்தனர். கொடைக்கானலை சேர்ந்த 21 வயதான பி. சுரேஷ் மற்றும் வேறொரு சிறுவன் உட்பட உள்ள நபர்கள்தான் காவலர்கள் கைது செய்தது. கடந்த 15ஆம் தேதி தான் வழக்கின் பாகமான சம்பவம் நடந்துள்ளது. இன்ஸ்டாகிராம் வழி மாணவிகளுடன் அறிமுகமாகி பழகி வந்த சுரேஷ் மூணாறில் உள்ள தனியார் சுற்றுலா விடுதிக்கு வருமாறு சிறுமிகளிடம் கேட்டுக்கொண்டுள்ளான். தன்னுடன் ஒரு நண்பரும் உள்ளதாகவும் வேறொரு சிறுமியையும் அழைத்து வர வேண்டும் என்றும் இந்த நபர் கேட்டுக்கொண்டுள்ளான். இதன்படி பள்ளிக்கூடத்திற்கு சென்ற 2 மாணவிகளும் மாலை மூணாருக்கு வந்துள்ளனர். இளைஞர்களை பார்த்த பின்பு பள்ளிக்கூட யூனிஃபார்ம் மாற்றி குற்றவாளிகளுடன் சுற்றுலா விடுதிக்கு சென்றதாக காவலர்கள் കണ്ടുപിടിത്തனர். ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടി, അതായത് +2 വിദ്യാർത്ഥിനി ഇൻസ്റ്റാ വഴി തമിഴ്നാട് സ്വദേശിയായ യുവാവുമായിട്ട് പരിചയപ്പെടുന്നു. അവര് ഇൻസ്റ്റ വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അതിനുശേഷം ഇരുവരും മൂന്നാറിൽ വെച്ച് കാണാം, 15ആം തീയതി മൂന്നാറിൽ വെച്ച് കാണാം എന്ന് സമ്മതിക്കുന്നു. സമ്മതിച്ചതിന് ശേഷം ഒരു കണ്ടീഷൻ, ഈ യുവാവ് ഒരു കണ്ടീഷൻ പറയും, ഞാൻ എന്റെ കൂട്ടുകാരനെയും കൂട്ടി വരും, പകരം നീ നിന്റെ കൂട്ടുകാരിയെയും ഒപ്പം കൂട്ടണം. ഈ പറഞ്ഞതനുസരിച്ച് 15ആം തീയതി ക്ലാസ്സിന് ശേഷം ഈ പെൺകുട്ടികളും ഈ പയ്യനുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഈ പയ്യൻ ഇവര് മൂന്നാറിൽ എത്തിയിട്ടുണ്ടെന്ന് സൂചന ലഭിച്ചതിനെ തുടർന്ന് ഇരുവരും മൂന്നാർ ടൗണിലേക്ക് വരികയും പരസ്പരം കാണുകയും ഇവര് തൊട്ട് അടുത്തുള്ള റിസോർട്ടിൽ റൂം എടുക്കുകയും അവിടെ താമസിക്കുകയും അങ്ങനെ ഈ കുട്ടികൾ സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷന് വിധേയമാവുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ 18ആം തീയതി രാവിലെ ഈ കുട്ടികൾ ഈ സംഭവത്തിന് ശേഷം രാവിലെ സ്കൂളിലെത്തുകയും സ്കൂൾ അധികാരികൾക്ക് സംശയം തുടർന്ന് പോലീസിൽ അറിയിക്കുകയും പോലീസ് കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി ചൂഷണത്തിന് വിധേയമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയുമായിരുന്നു. പ്രതികൾ തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലുണ്ടെന്ന് ബോധ്യമാവുകയും ചെയ്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലെത്തി ഇന്ന് വെളുപ്പിനെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. மாவட்ட எஸ்பி உத்தரவுப்படி மூணார் டிவிஎஸ்பி எஸ். சந்திரகுமார் தலைமையில் சிறப்பு விசாரணை குழு உருவாக்கப்பட்டது. எஸ்ஐ கே. பி. அனில்குமார், சிபிஓ ஹிலால், எஸ்சிபிஓக்களான சிஜு, டி. அனில் போன்றவர்கள் நடத்திய விசாரணையில் குற்றவாளிகளை தமிழ்நாட்டில் திண்டுக்கல்லில் இருந்து பிடித்தனர். நியூஸ் பியூரோ, மூணார்.